ഞാൻ ഇവിടെ സഫാനെ സപ്പോർട്ട് ചെയ്തത്, ഞാൻ വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, സഫ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. അവൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവള് വന്നിരുന്ന് പറയും. സമ്മതിച്ചോ കുട്ടാ? സഫ വന്ന് പറയും കുട്ടാ, ഞാനത് പറയത്തില്ല, എന്റെ അടുത്ത് ചോദിക്കണ്ട, എന്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല, ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയെന്ന് വെച്ച് ചോദിച്ചാലും ഞാൻ വാക്കുകൊടുത്ത കാര്യം ഞാൻ തെറ്റിക്കൂല. അങ്ങനെ അവസാനം ഫസ്മിനയും സഫയും തമ്മിൽ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി മുതൽ അങ്ങോട്ട് ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരിക്കും. ഫസ്മിനയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് സ്വന്തം ഭർത്താവായിട്ടുള്ള ലല്ലുവും സഫയും തമ്മിലുള്ള അവിഹിതം പ്രൂവ് ചെയ്യേണ്ട, സഫയെ മോശക്കാരിയാക്കി ചിത്രീകരിക്കേണ്ട ഒന്നും വേണ്ട, എങ്ങനെയും കുറച്ച് സമാധാനം മതി എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഫസ്മിന മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ സഫയെ വെച്ച് മിനിമം ഒരു 100 എപ്പിസോഡെങ്കിലും ചെയ്യാൻ ഒരു സ്കോപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പൊട്ട് സാരല്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു കോംപ്രമൈസ് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. മറ്റേ ഡയറിന്റെ സംഭവം 24 മണിക്കൂറും സ്വന്തം ഭർത്താവായിട്ടുള്ള ലല്ലുവും സഫയും തമ്മിലുള്ള അവിഹിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവൾ ജലാൻ എന്ന് പറയുന്ന വേറെ ഏതോ ഒരുത്തനുമായി അവിഹിതത്തിന് പോയത് സ്വന്തം ഡയറിയിൽ എഴുതി വെച്ച് അത് ഭർത്താവായിട്ടുള്ള ലല്ലു എന്ന് പറഞ്ഞവന് പൊക്കുകയും ചെയ്തു. അതോടെയാണ് ആളിപ്പോ എല്ലാം അവസാനിപ്പിച്ച് സമാധാന കരാറുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയാ. എന്തായാലും ഫസ്മിനെ മൊത്തത്തിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിവേ ഇപ്പൊ നിലവിൽ ഫസ്മിനെയും സഫയും തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്തിരിക്കുകയാണ്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ സൈഡിൽ കൊടുക്കാം. ഫോളോ ചെയ്യുക മാത്രമല്ല കേട്ടോ, ഇനി സഫയ്ക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫസ്മിൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാം ലൈവിൽ ഒന്ന് സംസാരിക്കുകയും ചെയ്തു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. നേരത്തെ ചോദിച്ചേ ഇതിനെ കുറിച്ച് പറയാൻ കൂട്ടാ പറഞ്ഞ ടെൻഷൻ ആവണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ മുക്കൂലാന്ന് ഫസ്റ്റ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡയറിയുടെ കാര്യം മാത്രം ഞാൻ മുക്കിക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യത്തില്ല. അങ്ങനെ മുക്കി വീഡിയോ ചെയ്യാൻ നിന്നെ സമ്മതിക്കത്തുമില്ല, അത് വേറെ കാര്യം. നീ ഇനി വേറെ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. ഡയറിയുടെ കാര്യത്തിൽ എക്സ്പ്ലനേഷൻ തരാതെ നിന്നെ ഇനി ഞങ്ങൾ വിടുന്ന പ്രശ്നമില്ല. അങ്ങനെ മറ്റുള്ള എല്ലാവരും മോശക്കാരാക്കിയിട്ട് നീ മാത്രം അങ്ങനെ നന്മമരായിട്ട് നടന്നാൽ പോരല്ലോ. നീ ഇനി ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറിയുടെ കാര്യത്തിൽ പ്രോപ്പർ എക്സ്പ്ലനേഷൻ നൽകിയിട്ട് മാത്രം അടുത്ത വീഡിയോ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും നീ ഏറി നിറങ്ങുന്നു പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 10-12 മാസമായിട്ട് സ്വന്തം ഭർത്താവിനെതിരെ ഇവൾ ഉന്നയിക്കാത്ത ആരോപണങ്ങളില്ല. അവന് കഞ്ചാവാണ്, അവിഹിതത്തിന് പോകുന്നവനാണ്, അങ്ങനെ പറഞ്ഞ അവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവള് പബ്ലിക്കിൽ എടുത്തിട്ട് അവൻ ഭൂലോക ഫ്രോഡാണത് വേറെ കാര്യം, അവനൊന്നും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റൂല. പക്ഷെ അങ്ങനെ ഇവനെ എക്സ്പോസ് ചെയ്യുന്ന ഇവളാണെങ്കിലോ അവനേക്കാളും വലിയ ഫ്രോഡ്. ഇവൻ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് പോലും ജലാൻ എന്ന് പറയുന്ന വേറെ ഏതൊരുത്തനുമായി ഇവൾ അവിഹിതത്തിലായിരുന്നു. എന്നിട്ടാണ് സ്വന്തം ഭർത്താവ് കഞ്ചാവടിയനാണ്, ലഹരിക്ക് അടിമയാണ്, കണ്ട പെൺപിള്ളാരുമായി ഒലിപ്പിച്ച് നടക്കലാണെന്ന് പറഞ്ഞ് ഇവള് ഡയലോഗ് അടിച്ച് വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇവളൊക്കെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കണ്ടേ, ഇല്ലെങ്കിൽ ശരിയാവൂലല്ലോ. എന്തായാലും നീ ബാക്കി പറ മോളെ. ഡയറിയുടെ കാര്യം പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് പിന്നെയും ഞാൻ പറഞ്ഞു. ഡയറിയുടെ കാര്യം ക്ലിയർ ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ഇന്റർവ്യൂവിൽ അങ്ങാണ്ടാന്ന് തോന്നുന്നു. ഡയറിയുടെ കാര്യം പറയുന്നത് 3ാമത്തെ ഇന്റർവ്യൂ എത്തിയിട്ടല്ലേ എനിക്ക് അതിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതെ, ലല്ലു കൊടുത്ത ഇന്റർവ്യൂകൾ ഓരോ നേരത്തെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് വരാണ്. ഇപ്പൊ നിലവിൽ ലല്ലു കൊടുത്ത ഇന്റർവ്യൂകളിൽ 3ാമത്തെ ഇന്റർവ്യൂകളിൽ എങ്ങാനുമാണ് ഡയറിന്റെ കാര്യം ലല്ലു പരാമർശിക്കുന്നത്. അപ്പൊ അത് എത്തുന്നവരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. അവിടെ എത്തിയാൽ മാത്രമേ ഇവൾ ഡയറിന്റെ കാര്യം പറയത്തുള്ളൂ കേട്ടോ. അതുവരെ ഇവൾ ഡയറിന്റെ കാര്യം മിണ്ടത്തില്ല. എന്തൊക്കെ കേൾക്കണം പഠിച്ചവനെ. ഇനിയിപ്പോ ലല്ലുവിന്റെ 3ാമത്തെ ഇന്റർവ്യൂ റിയാക്ഷൻ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് പറയാൻ പറ്റൂല, ചിലപ്പോൾ മാസങ്ങൾ എടുത്തുനിന്ന് വരും. എപ്പോഴാണോ ഡയറിന്റെ കാര്യത്തിൽ പറയാൻ പുതിയൊരു സ്ക്രിപ്റ്റ് കിട്ടുന്നത്, പുതിയൊരു കഥ കിട്ടുന്നത്, അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. എന്തായാലും ഞാൻ എക്സൈറ്റിംഗ് ആണ് കേട്ടോ, ഇവള് ഡയറിന്റെ കാര്യത്തിൽ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് മറുപടി തരുമായിരിക്കും. തരാതെ ഇവിടെ പോവാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്മിന നീ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന നിർത്തിയേക്ക്, യൂട്യൂബ് അങ്ങ് മറന്നേക്ക്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇതിനൊരു എക്സ്പ്ലനേഷൻ തരാതെ ഇനി നീ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നീ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും നീ ബാക്കി പറഞ്ഞാലും ഇന്നിടാവോ സെക്കൻഡ് പാർട്ട് ഇന്നിടാൻ എനിക്ക് പറ്റൂല. ഇന്നിടാൻ എന്തായാലും മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല, പിന്നെ ഇന്നിടാനുള്ള സമയവും ഇല്ല, കാരണം കുറച്ച് കഴിയുമ്പോൾ പുറത്തു പോകണം. ആളിപ്പോ ഭയങ്കര ബിസിയായി, ആൾക്കിപ്പോ വീഡിയോ ചെയ്യാനൊന്നും സമയമില്ല. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പണ്ട് സ്വന്തം ഭർത്താവായിട്ടുള്ള ലല്ലുവിനെയും സഫയിനെയും ഒക്കെ വലിച്ചു കീറി ഒട്ടിക്കാൻ ഇവൾക്ക് ഭയങ്കര ശുഷ്കാന്തി ആയിരുന്നു. അതിനൊരു ദിവസം 1 10 വീഡിയോ വരെ ചെയ്യാൻ ഇവിടെ തയ്യാറായിരുന്നു. യൂട്യൂബിൽ ഒരു വീഡിയോ ഇടും, ഇൻസ്റ്റാഗ്രാമിൽ 10 സ്റ്റോറി ഇടും, 2 റീൽ ഇടും, അങ്ങനെ ചെയ്ത് നടന്നുകൊണ്ടിരുന്ന പെണ്ണാണ്. ഇപ്പൊ ഇവൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ സമയമില്ല പോലും. എന്താണ് കാരണം? ഇവള് പെട്ടെന്ന് ഇവൾക്ക് നല്ലോണം മനസ്സിലായി. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവൾക്ക് വീഡിയോ ഇടാനൊന്നും വലിയ സമയം കാണത്തില്ല, അത് പിന്നെ സ്വാഭാവികം. എന്നാലും ഫസ്മിനക്ക് വന്നൊരു മാറ്റമാണ് ഞാൻ ആലോചിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ഫസ്മിന മാറിയത്. കഴിഞ്ഞൊരു 10-12 മാസത്തിലെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഒരു 10-50 വീഡിയോ എങ്കിലും സ്വന്തം ഭർത്താവിനെതിരെ ഈ പറയുന്ന ഫസ്മിന ചെയ്ത് കാണും. അങ്ങനെയുള്ള ആൾക്ക് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യാൻ പോലും സമയമില്ല. എന്ത് പറയാനാണ്, ബിസി ആയി പോയില്ലേ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. ആലപ്പി വരുന്നുണ്ടോ? ആലപ്പി എന്താണ് വീഡിയോ ഇട്ട് കഴിഞ്ഞല്ലോ, ഞാൻ വീഡിയോ ഇട്ട് തീർക്കണമല്ലോ, എന്നിട്ടല്ലേ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞേ. അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലോ. ഞാൻ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇന്റർവ്യൂ റിയാക്ഷൻ ഞാൻ ചെയ്തു തീർത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യത്തിന് ഞാൻ റിയാക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞേ.
അതെ, ഇവൾക്കെതിരെ ഇവളുടെ ഭർത്താവായിട്ടുള്ള ലല്ലു കൊടുത്ത എല്ലാ ഇന്റർവ്യൂകളും ഇവള് റിയാക്ട് ചെയ്യുന്നതാണ് ഇവള് പറയുന്നത്. നീ അത് റിയാക്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ മോളെ, അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അതിനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് ഇട്ട് താല്പര്യമില്ല. നീ ഒരൊറ്റ കാര്യത്തിന് മാത്രം എക്സ്പ്ലനേഷൻ നൽകിയാൽ മതി, നിന്റെ ഡയറിന്റെ കാര്യം. അതിനെ കുറിച്ചായിട്ടാണ് നമ്മൾ ഇന്നും ഇന്നലെയും ഒരാഴ്ച ആയിട്ട് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നീ അതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നൽകാതെ നീ വേറെ എന്തിനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആരും അത് കേൾക്കാൻ പോണില്ല. അതിനെക്കുറിച്ചൊരു മറുപടി നൽകാതെ നിനക്ക് ഇനി പണ്ടത്തെ പോലെ വ്യൂസ് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് മോളെ, ഇനി നീ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഡയറിന്റെ കാര്യം പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, ബാക്കി പറഞ്ഞാലും ഇപ്പോഴും ഒന്നിനും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ക്ലാരിഫിക്കേഷൻ വരേണ്ട സമയത്ത് വന്നോളും. എല്ലാവരെയും ഒരേ സമയത്ത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 2 കൈയും ഒരു ദിവസം 24 മണിക്കൂറുള്ളൂ. നമുക്ക് പിന്നെ ഒരു ദിവസം 48 മണിക്കൂറും 10 കൈയും ഉണ്ട്. എന്തൊക്കെ കേൾക്കണം പഠിച്ചോനെ. എല്ലാവർക്കും ഒരേ സമയം ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റില്ല പോലും. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ഇവൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ വീഡിയോ ആയിട്ട് വരുന്ന പെണ്ണാണ്. ഇപ്പൊ അവൾക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ സമയമില്ല പോലും. ആകെ 24 മണിക്കൂർ കയ്യിലുള്ളൂ പോലും. ആകെ 2 കൈയുള്ളൂ പോലും. ക്ലാരിഫിക്കേഷൻ ഇല്ല എന്ന് പറ, അതാണ് യഥാർത്ഥ മറുപടി. അല്ലാണ്ട് ക്ലാരിഫിക്കേഷൻ തരാൻ സമയമില്ല എന്ന് പറയരുത്. ഇത്രയും കാലം നിന്റെ ഭർത്താവിനെതിരെ കുത്തിരുന്ന് വീഡിയോ ചെയ്യാൻ നിനക്ക് നല്ല സമയമായിരുന്നല്ലോ. കഴിഞ്ഞ 10-12 മാസമായിട്ട് നീ നിന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും ചെലവഴിച്ചത് നിന്റെ ഭർത്താവിനെ എക്സ്പോസ് ചെയ്യാനായിരുന്നു. ആ ചെലവഴിച്ചതിന് 100-1 പോലും വേണ്ട ഇപ്പൊ നിനക്കെതിരെ വന്ന അലിഗേഷന് മറുപടി പറയാൻ. എന്നിട്ട് അവൾക്ക് സമയം പോലും അതിന് പറയാൻ മറുപടി വേണ്ടല്ലേ. ബാക്കി പറഞ്ഞാലും അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ ഇരുന്ന് കണ്ടാൽ മതിയല്ലോ. വീഡിയോ കാണുന്ന സമയമല്ലേ പോകുന്നുള്ളൂ. അതിന് തന്നെ ഒരു സമയം വേണം മോളെ. നിന്റെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു സിനിമന്റെ ലെങ്ത് ആണ്. മിനിമം 1.5 മണിക്കൂറെങ്കിലും കാണും. അത് മുഴുവനായിട്ട് ഇരുന്ന് കാണണമെങ്കിൽ ചില്ലറ ക്ഷമ ഒന്നും പോരാ. ശരിക്കും പറഞ്ഞാൽ നിന്റെ വ്യൂവേഴ്സിനുണ്ടല്ലോ, നീ പ്യൂ ഇട്ട് പൂജിക്കണം. കാരണം അവരൊക്കെ നീ ഇടുന്ന 1.5 മണിക്കൂറിന് വീഡിയോസ് ഒക്കെ കണ്ട് നിന്നെ സഹായിച്ചു തരുന്നുണ്ടല്ലോ. അതിന് ചില്ലറ മെനക്കേടും ക്ഷമ ഒന്നും പോരാ മോളെ. അതുകൊണ്ട് നീ അവരെ വല്ലാണ്ട് അങ്ങ് പുച്ഛിക്കേണ്ട. അല്ല അവള് വന്ന് സീക്രട്ട് ഏജന്റിൽ പഠിക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നീ ബാക്കി പോകുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഈ വീഡിയോയുടെ പുറകിൽ കുറെ എഫേർട്ട് ഉണ്ട്. ഇതിരുന്ന് എഡിറ്റ് ചെയ്യണം, ഇതിന് തെളിവ് വെക്കണം, വേറെ ഫോൺ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഇതൊരു 5-6 മണിക്കൂറത്തെ പരിപാടിയാണ്. അത് എത്ര പേർക്ക് മനസ്സിലാവും എനിക്കറിയത്തില്ല. 5-6 മണിക്കൂറിന്റെ പരിപാടിക്ക് യൂട്യൂബ് നല്ല ചിക്കിളി തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നീ അത് വിട്. പിന്നെ കഴിഞ്ഞ 10-12 മാസമായിട്ട് ഈ 5-6 മണിക്കൂർ മെനക്കെട്ട് നീ മാസം ഒരു 10-15 വീഡിയോ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അന്നേരം നിനക്ക് ഈ മെനക്കേടിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ നീ എക്സ്പോസ് ആയിന്ന് കണ്ടപ്പോ നിനക്ക് വീഡിയോ ചെയ്യാൻ സമയമില്ല, 5-6 മണിക്കൂർ മെനക്കെടണം, എനിക്ക് അതിനൊന്നും വയ്യ. ഹോ എന്താന്നാണ് കിടന്നുരുളാതെ മോളെ, നീ ബാക്കി പറ. ബട്ട് ബേസിക്കലി എന്റെ ഒരു ദിവസത്തെ 6 മണിക്കൂർ എന്നും എനിക്ക് കളയാൻ സമയമില്ല. കാരണം എനിക്ക് പുറത്ത് വേറെ ലൈഫില്ലേ. അപ്പൊ എനിക്ക് അതും കൂടെ നോക്കണം. അതെ, ആള് ഫുൾ ബിസിയാണ്. ആൾക്ക് പുറത്ത് വേറെ ലൈഫ് ഉണ്ട്. ഇത്രയും കാലം ഈ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ആൾക്ക് പുറത്തുള്ള ലൈഫ് നോക്കണം പോലും. നീ ബാക്കി പറന്തായാലും. എല്ലാ ദിവസവും എനിക്ക് വീഡിയോയുടെ പുറകിൽ ഇരിക്കാൻ പറ്റത്തില്ല. നീ മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും. കുറെ ആയാലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്റെ സൗകര്യത്തിന് ഞാൻ മോണിറ്റൈസേഷൻ ചിലപ്പോൾ ഓൺ ആക്കും, ഓഫ് ആക്കും, എന്റെ ഇഷ്ടം. അല്ലെ മോനൊരു 35 ലക്ഷം രൂപ അവൻ എന്റെ വാങ്ങിച്ച പൈസ മോൻ എനിക്ക് ഉണ്ടാക്കി താ, എന്നിട്ട് ഞാൻ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യാം. എനിക്കൊരു സങ്കടമില്ല. ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യം, ഞാൻ അവനെ വെച്ചിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്ര ഞാൻ ഉണ്ടാക്കും. കാരണം എന്റെ നിന്ന് പോയ പൈസ എനിക്ക് അങ്ങനെ നികത്താനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവൻ നിന്റെ കയ്യിൽ നിന്ന് 36 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയി എന്നാണ് നീ പറയുന്നത്. അത് നികത്താൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10-12 മാസമായിട്ട് നീ അവനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറ. അപ്പൊ അതാണ് പ്രശ്നം. പക്ഷെ അവനെ വെച്ച് ചെയ്ത വീഡിയോസ് എല്ലാം കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ അവനെ വെച്ച് ചെയ്ത വീഡിയോകൾ വെച്ച് തന്നെ നീ 36 ലക്ഷം രൂപ ഉണ്ടാക്കി കാണുമെന്നാണ് എന്റെ ഒരു ഇത്. അത്രയും വീഡിയോസ് നീ ചെയ്ത് കഴിഞ്ഞല്ലോ. വീഡിയോസിലാണെങ്കിലും ഒടുക്കത്തെ ലെങ്ത്തും. അപ്പൊ അവനെ വെച്ച് തന്നെ നീ യൂട്യൂബിൽ നിന്ന് 36 ലക്ഷം രൂപയ്ക്ക് പുട്ടുപോലെ ഇപ്പൊ സമ്പാദിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി അവനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളല്ല നിനക്ക് ബോണസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇനി അവനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവന് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കണം. കാരണം നിനക്കൊരു വരുമാനത്തിലുള്ള മാർഗം സെറ്റാക്കി തന്നവനല്ല അവന്. ആ നന്ദി എപ്പോഴും അവനോട് ഉണ്ടായാൽ മതി. എന്തായാലും അവന് നിന്നോട് വാങ്ങിക്കൊണ്ടുപോയ 36 ലക്ഷത്തിനുള്ള പലിശയുടെ പലിശയും ചേർത്ത് നീ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് സമ്പാദിച്ചു കഴിഞ്ഞല്ലോ. അത് പോരെ മോളെ. പക്ഷെ ഇനി അങ്ങോട്ട് അവരെ വെച്ച് സമ്പാദിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട്. അത് ഇച്ചിരി പ്രയാസമായിരിക്കും കേട്ടോ. ആ ഡയറിന്റെ കാര്യത്തിൽ ഒരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാണെങ്കിൽ ഇനിയും അവനെ വെച്ച് നിനക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം. 36 ലക്ഷത്തിൽ 1 കോടി വരെ നിനക്ക് അവനെ വെച്ച് ഉണ്ടാക്കാം. പക്ഷെ നീ ആ ഡയറിക്കുള്ള എക്സ്പ്ലനേഷൻ നൽകണമെന്ന് മാത്രം ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചെന്നുള്ളത് കേട്ടോ. അല്ല, ഇടയ്ക്കിടെ നീ ഈ ഡയറിന്റെ കാര്യം മറന്നു പോകുന്നുണ്ട് ഫസ്മിന. അതുകൊണ്ട് നിന്നെങ്ങനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നീ എന്തെങ്കിലും പറയുന്നവരെ നിന്നെ എങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നീ ബാക്കി പറ. ചോദിച്ചാൽ തരാത്ത പൈസ അങ്ങനെ ചെയ്യാനേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഹായ് ചേച്ചി, എന്താ ആലോചിച്ച് കണ്ണീര് കളയരുത്. ബിക്കോസ് ഹി ഈസ് നോട്ട് വർത്ത് ഇറ്റ്. താങ്ക് യു. ജൂനിയ വാനില. മിസിരിയെ പോലെ സഫ തെറ്റ് സമ്മതിച്ചോ? കുട്ടാ, സഫ വന്ന് പറയും കുട്ടാ. ഞാനത് പറയത്തില്ല. എന്റെ അടുത്ത് ചോദിക്കണ്ട. എന്റെ അടുത്ത് ഒന്നും സഫയുടെ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് പറയാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ വന്നിട്ട് എത്രയും വെച്ച് ചോദിച്ചാലും ഞാൻ വാക്ക് കൊടുത്ത കാര്യം ഞാൻ തെറ്റിക്കൂല. അതെ, അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഫസ്മിന സഫക്ക് വാക്ക് കൊടുത്തു. എന്താണ് ആ വാക്ക്? ഇനി സഫയുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും എവിടെയും പറയത്തില്ല. ഇനി സഫയും ഫസ്മിനയും തമ്മിൽ കട്ട ചങ്കുകളായിരിക്കും.
എന്തായാലും എങ്ങനെ നടന്ന ആൾക്കാരായിരുന്നു എല്ലാവരും. സഫനെ കീറി ഒട്ടിക്കാൻ എന്തായിരുന്നു അവളുടെ ശുഷ്കാന്തി? ആ ശുഷ്കാന്തിക്ക് ഇപ്പൊ എവിടെ പോയി? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. സഫനെ നീ കീറി ഒട്ടിക്കാവുന്നതിന്റെ മാക്സിമം കീറി ഒട്ടിച്ച പെണ്ണല്ലേ. ഇപ്പൊ അവൾക്ക് കോംപ്രമൈസ് വേണം പോലും. അവളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടില്ല പോലും. എന്താ കാര്യം? ഇവളുടെ അവിഹിതം പൊക്കി, ഇവളുടെ ഡയറിയിലുള്ള അവിഹിതം പൊക്കി. അപ്പൊ പിന്നെ മുമ്പ് അപരാധം പറഞ്ഞവരോടൊക്കെ ഇപ്പൊ കോംപ്രമൈസ് ചെയ്യുക എന്നല്ലാണ്ട് വേറെ നിവർത്തില്ല ഇവൾക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ അവസരം നോക്കി അവര് നല്ല കൊട്ടുകൊട്ടല്ലോ, അത് ഇവൾക്ക് നല്ലോണം ക്ഷീണം ചെയ്യും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗമായിട്ട് ഇവള് കണ്ടെന്താണ്, എല്ലാവരും ഏറ്റവും കോംപ്രമൈസ് ടോക്ക് നടത്താം. കൊള്ളാൻ പെണ്ണ നിന്റെ ബുദ്ധി. നീ ബാക്കി പറഞ്ഞാലും ഇപ്പൊ തൊടുന്നുണ്ട്. ഗീവ് അവേ എനിക്ക് തന്നില്ലല്ലോ. ഗീവ് അവേ ഞാൻ കമന്റ് പിക്കർ വെച്ചിട്ടല്ലേ, കമന്റ് പിക്കർ അല്ല, ഞാൻ കമന്റിൽ നിന്നല്ലേ സെലക്ട് ചെയ്യുന്ന. നോക്കാൻ ആരുണ്ടെങ്കിൽ ഇതാക്കാനോ. ഊമ്പിക്കോ അഫ്നാൻ വായി സ്വന്തമായിട്ട് ഊമ്പിക്കോ. ജോയിന്റ് അടിയൊക്കെ നിർത്തി നല്ല ആളായിട്ട് ജീവിക്കും. നീ കണ്ടോ ഞാൻ ജോയിന്റ് അടിക്കുന്നേ? കുട്ട കണ്ടോ? അഖിൽ R4747 മോൻ കണ്ടോ ഞാൻ കഞ്ചാവ് അടിക്കുന്നേ? മോന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നീ ജോയിന്റ് അടിക്കുന്നത് ആരും കണ്ടിട്ടില്ല. പക്ഷെ നീ ജലാൻ എന്ന് പറഞ്ഞ ഏതൊരുത്തരുമായി ജോയിന്റ് അടിച്ചു എന്ന് നീ ഡയറിയിൽ എഴുതി വെച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം പറഞ്ഞത് നീ ജോയിന്റ് അടിക്കണൊക്കെ നിർത്തിക്കോ എന്നുള്ളത്. വിട്ടുകളാ. നീ ബാക്കി പറഞ്ഞായിരുന്നു. കഞ്ചാവ് അടിക്കുന്ന എന്തെങ്കിലും വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സംസാരം എന്തെങ്കിലും കണ്ടിട്ടാണോ ഡയലോഗ് അടിക്കുന്നത്? അല്ല, അതൊക്കെ ശരി തന്നെ. എന്നാലും സ്വന്തം ഭർത്താവിനെ കുറിച്ച് കഞ്ചാവ് അടിക്കാരനാണ്, ജോയിന്റ് അടിക്കാരനാണ്, കോഴിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നീ വേറൊരുത്തന്റെ കൂടെ ജോയിന്റ് അടിച്ചെന്ന് കാണുമ്പോ ആരും ചോദിക്കല്ലോ നിന്റെ പ്രശ്നം എന്തായിരുന്നു അറിയാം ഫസ്മിന? നീ ഒരു നന്മമാരാണെന്ന് നീ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് നിന്റെ ചുറ്റുള്ള എല്ലാവരും മോശക്കാരാണെന്ന് നീ വരുത്തി തീർക്കാനും ശ്രമിച്ചു. അതിനുള്ള അടിയാണ് നിനക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണക്കൂട്ടിയാൽ മതിയല്ല. നീ ബാക്കി പറഞ്ഞായിരുന്നു. ഇത് സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. അല്ലാണ്ട് ഹായ് ചേച്ചി. ഹായ് ശ്രീ. ലൈഫിൽ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി, നെക്സ്റ്റ് ചാപ്റ്റർ കൂടുതൽ ഹാപ്പി ആയിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ ഈ ചാപ്റ്റർ നമ്മൾ അത്ര പെട്ടെന്നൊന്നും ക്ലോസ് ചെയ്യാൻ സമ്മതിക്കൂല കേട്ടോ ഫസ്മിന. അത് വേറെ കാര്യം. നീ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകൂല. പ്രത്യേകിച്ച് ഡയറിന്റെ കാര്യം. അതിനെ കുറിച്ച് നീ എക്സ്പ്ലനേഷൻ തന്നേ പറ്റൂ. അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാതെ നീ മറ്റൊരു ചാപ്റ്റർ തുറക്കാമെന്ന് വ്യാമോഹിക്കണ്ട കേട്ടോ. ബാക്കി പറഞ്ഞാലും. ലല്ലുവിന്റെ കൂടെ എന്തെങ്കിലും ഹാപ്പി മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഹാപ്പി മൂമെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് കൂടുതലും 90% ഷോക്ക് ആയതുകൊണ്ട് ഹാപ്പി മൂമെന്റ്സ് ഒന്നും സത്യം പറഞ്ഞാൽ തലയിലോട്ട് ഇപ്പൊ ഓടുന്നില്ല. അങ്ങനെ ഓർക്കാറില്ല. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. എമി ഷാനി, ഫസി കൂൾ ഡിയർ, അക്കു ഹസ്കർ VC. എത്ര ആൾക്കാരാണല്ലേ ഫസ്മിനെ സാന്ത്വനിപ്പിക്കാൻ. എല്ലാവരും ഇവള് ഇങ്ങനെ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും ഇവളെ സാന്ത്വനിപ്പിക്കാൻ പോകുന്നറിയാ സംഭവിച്ചെന്ന് കേട്ടു. അവരുടെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഞാൻ ആലോചിച്ച് പോകുന്നത്. അവളെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലേ അവളിങ്ങനെ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ടും അവളെ സാന്ത്വനിപ്പിക്കാൻ പോകുന്നത്. കൊള്ളാം. എന്തായാലും ബാക്കി പറഞ്ഞാലും. ജയനെ പറ്റി പറയോ? ജയനെ പറ്റി എന്താ പറയണ്ടേ? ജയ കഴിഞ്ഞിട്ടുള്ള ലെറ്ററോ? കെ എന്താ കോമഡില്ലേ. എണീറ്റ് നിന്ന് കൈയെടുക്കാൻ തോന്നുന്നു. മോളെ ജയനെ പറ്റി പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ജയ ഫോർ ജലാൻ. ജലാനെ പറ്റി പറ. അല്ലാണ്ട് ഇംഗ്ലീഷ് അക്ഷരമാരിൽ ജയ കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാണെന്നല്ല ചോദിച്ചത് കേട്ടോ. ഒന്നും അറിയാത്ത പച്ചവെള്ളം പോലും മൂന്തി കുടിക്കുന്ന ഒരു പാവം പെണ്ണ്. പറ ബാക്കി എന്തായാലും. ജയ്ക്ക് മുന്നേ ഐ സുന്ദരി ആയല്ലോ. താങ്ക് യു. അത്രയ്ക്ക് പറയാനുള്ളൂ. ഞാൻ ഇവിടെ സഫാനെ സപ്പോർട്ട് ചെയ്തത്. ഞാൻ വന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സഫ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അറിയാത്ത കാര്യം ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. അവൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അവള് വന്നിരുന്ന് പറയും. അപ്പം കേക്ക്. ഓക്കെ കേട്ടല്ലോ. സഫനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഇനി സഫനെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം സംസാരിക്കുന്നതല്ല. ഇനി സഫനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സഫനെ പോയി ചോദിച്ചോ. മറ്റേ ശ്രീനിവാസന്റെ ഡയലോഗ് ഉണ്ടല്ലോ, പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഉണ്ടരുത് എന്ന് പറഞ്ഞ മാതിരിയായത്. എന്നാലും ഫസ്മിന് ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി കേട്ടോ. അവളെ കുറിച്ച് ഇത്രയും അപരാധങ്ങൾ പറഞ്ഞു കൂട്ടിയിട്ട് എന്തോരം തെറികളാണ് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് ഇപ്പം പറയാണ് അവളെ കുറിച്ച് ഒരു അക്ഷരം പോലും ഞാൻ മിണ്ടില്ല പോലും. എന്താ ഫസ്മിൻ എങ്ങനെയൊക്കെ സ്വന്തം അവിഹിതം പിടിച്ചെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആൾക്കാർ കാലുമാറും. ബാക്കി പറഞ്ഞാലും. ഷമീർ AP, എനിക്ക് ഒന്നും പറയാനില്ല അതിന്റെ അടുത്തൊന്നും. ഇത്തൊരു ഹായ് പറയോ? ഹായ് എമ്മി ഷാനു. ജയ ആരാണ്? എന്റെ ഉപ്പ. ഫസ്മിനത്ത് അതൊക്കെ വന്ന് ജയനെ കുറിച്ച് ചോദിക്കുമ്പോ പൊളിഞ്ഞു കേറുന്നുണ്ട്. ഉപ്പാനൊക്കെ വിളിക്കുന്നുണ്ട്. ഇഷ്ടം. ബാക്കി പറഞ്ഞാലും. ഫസിത്താത്ത എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. താങ്ക് യു സുജിത. ഇപ്പൊ സപ്പോർട്ട് ചെയ്യാനായിരുന്നു നേരത്തെ വീഡിയോ ഇടണ്ടായിരുന്നു. ഞാനിപ്പോ സപ്പോർട്ട് ചെയ്തിട്ടില്ല കുട്ടാ. ഞാൻ എനിക്ക് എന്തേലും മറച്ചു വെക്കാനാണെങ്കിൽ എനിക്ക് അവളെ ലൈവിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ സഫനെ ലൈവിലേക്ക് ആഡ് ചെയ്യാൻ നോക്കിയല്ലേ? പക്ഷെ കണക്ട് ആയിട്ടുണ്ടാവൂല. പേടിക്കണ്ട. ഉടനെ തന്നെ ഇവർ രണ്ടാളും ഒരുമിച്ചുള്ള ഒരു ലൈവ് നമുക്ക് പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ ഇവർ രണ്ടാളും തോളിൽ കയറ്റൊരു ലൈവും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങൾ പഴയ പോലെ കട്ട ചങ്കുകളായി ഗായ്സ്, ഫ്രണ്ട്സ് ആയ ഗായ്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇവർ ചെയ്ത് നമുക്ക് കാത്തിരിക്കാം. എന്നാലും ഞാൻ ആലോചിച്ച് നോക്കണം, എന്തൊരു പെണ്ണാണില്ലേ ഇതൊക്കെ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. പറ ബാക്കി എന്തായാലും. ഞാൻ അവിടെ ലൈവിൽ ആഡ് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
പാർട്ട് വേണം, പാർട്ട് നാളെ വരത്തുള്ളൂ. ഇന്ന് എനിക്ക് സമയമില്ല. അതെ, ഭയങ്കര ബിസിയാണ് അവൾക്ക്. ഇന്നോക്ക് ഒന്നിനും സമയമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച എങ്ങാനും പറഞ്ഞതാണ് ശനിയാഴ്ച പാർട്ട് 2 വരുന്നുള്ളത്. ഇപ്പൊ തിങ്കളാഴ്ച ആയി. ഞങ്ങൾ പക്ഷെ കാത്തിരിക്കുന്നത് പാർട്ട് 2നും പാർട്ട് 3ക്കും ഒന്നല്ല കേട്ടോ, ആ ഡയറിന്റെ എക്സ്പ്ലനേഷൻ ആണ്. മറന്നു പോകേണ്ട ഫസ്മിന. അത് പറ്റുമെങ്കിൽ പാർട്ട് 2 ചെയ്യുന്ന സമയത്ത് ആ ഡയറിന്റെ എക്സ്പ്ലനേഷൻ കൂടെ അതിലൊന്ന് ഉൾപ്പെടുത്തിയേക്ക്. ഇല്ലെങ്കിൽ ചുമ്മാ വെറുതെ ആളുകൾ വന്ന് നിന്നെ തെറി വിളിച്ചിട്ട് പോകും. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറഞ്ഞാലും ഇല്ല. ലല്ലു സഫയ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ലല്ലു സഫയെ ചതിച്ചിട്ടുണ്ടാവും മേ ബി. സോ ഫസി ആൻഡ് സഫ റെഡി ആയിട്ടുണ്ടാവാം. ഐ എം നോട്ട് ഗോയിങ് ടു സേ എനിത്തിങ്. ഇല്ല മക്കളെ, ചത്താരും ഞാൻ സഫിനെ കുറിച്ചൊന്നും പറയൂല. എങ്ങനെയൊക്കെ നിങ്ങൾ തിരിച്ചു മറിച്ചും ചോദിച്ചിട്ട് കാര്യമില്ല മക്കളെ. ഞാൻ ഇനി സഫിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടൂല, അല്ലേ ഫസ്മിനത്ത? കാരണം ഇനി എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാണെങ്കിൽ സഫ അപ്പുറത്ത് വന്ന് വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യും. ആ പേടി ഇവൾക്ക് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇനി സഫിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ഇവള് മിണ്ടില്ല. പറ ബാക്കി എന്തായാലും. എന്റെ കയ്യിലുള്ള കാര്യമല്ല. അവൾ എന്തൊക്കെ നല്ലവളാണെങ്കിലും സപ്പോർട്ട് വേണ്ടായിരുന്നു. നേരത്തെ എന്തിനാ അവൾ അൺഫോളോ ആക്കേണ്ട ആവശ്യമില്ലല്ലോ കുട്ടാ. അതെ, ഇനി എന്തായാലും അവൾ അൺഫോളോ ചെയ്യില്ല. ഞങ്ങളൊക്കെ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എടോ ഓന്ത് പോലും ഇങ്ങനെ നിറമാരോടോ നിന്നൊന്നും ഒന്ന് കാണണ്ട. നാണിച്ച് തല താഴ്ത്തി വേറെ വഴിക്ക് ഓടിപ്പോകും. അമ്മാതിരി നിറമാറ്റാണ് നിനക്കൊക്കെ. നിന്നോടൊന്ന് ഉളുപ്പുണ്ടോന്ന് ചോദിക്കാൻ അർഹത പോലും നിനക്കില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, ലേശം ഉളുപ്പ്, ഒരു പൊടിക്കെങ്കിലും ഉളുപ്പ് വേണം. ബാക്കി പറ നീ എന്തായാലും. വെച്ചപ്പോ നല്ല ഭംഗിയുണ്ട്, താങ്ക് യു. മിസ്രി എന്തായി? എന്താ എനിക്കറിയില്ല. ലല്ലു ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ? നിന്റെ ഉപ്പാക്ക് ഉമ്മായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ലതാണോ? അടിപൊളിയാണോ? ആ ചോദിച്ചവനോടാണ് എന്തിന്റെ കാര്യം ഉണ്ടായിരുന്നു. വെറുതെ ചോദിച്ച് തന്തക്കും തള്ളക്കും വിളി കേട്ടില്ലേ? ഇവളുണ്ടല്ലോ ഇളിഞ്ഞു നിൽക്കാണ് മക്കളെ. ഇവളോട് ഇനി എന്ത് ചോദിച്ചാലും തന്തക്കും തള്ളക്കും വിളിക്കത്തുള്ളൂ. കാരണം ഇവളുടെ കയ്യിൽ നിന്ന് പോയിക്കണ്. ബാക്കി പറന്തായാലും. സഫ പറയണ്ട, ഇത്ര തന്നെ ലൈവില് പറയാം. നോ. ഞങ്ങൾ ഇന്നലെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ സംസാരിച്ചപ്പോഴത്തേക്കും എന്റെ അടുത്ത് പറഞ്ഞത് ഫോണിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഫോണിൽ സംസാരിച്ച് ഞാൻ വല്ല റെക്കോർഡ് ചെയ്ത് കണ്ടന്റ് ആക്കുമെന്ന് പേടിയുണ്ടാവും. അത് പിന്നെ സ്വാഭാവികം. നിന്നെ പോലൊക്കെ ഉള്ള ഒരുത്തിനുണ്ടല്ലോ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അത് നീ തന്നെ തെളിച്ച് കഴിഞ്ഞതാണല്ലോ ഫസ്മിന. നീ സഫയുമായി ബന്ധപ്പെട്ട് 10-15 കൊല്ലം മുമ്പ് വരെയുള്ള ചാറ്റ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് വീഡിയോ ചെയ്തവളാണ്. അത് വെച്ച് ഒരു സീരിയസ് വരെ ഇറക്കിയവളാണ് നീ. അങ്ങനെയുള്ള നിന്നൊക്കെ എങ്ങനെ വിശ്വസിക്കും മോളെ? അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞതിൽ യാതൊന്നും അത്ഭുതപ്പെടാനില്ല. ബാക്കി പറന്തായാലും. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വാക്ക് കൊടുത്തായിരുന്നു. എന്റെ ഉമ്മാനെ പിടിച്ചത് സത്യമായിട്ടാണ്. പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എവിടെയും പറയത്തില്ലെന്ന്. അതുകൊണ്ട് എനിക്ക് ആ കാര്യം പറയാനും നിങ്ങളുടെ അടുത്ത് പറ്റത്തില്ല. ഉമ്മാനൊക്കെ പിടിച്ച് സത്യട്ടില്ലേ? പക്ഷെ നിന്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റൂല മോളെ. ഞാൻ സത്യട്ടതൊക്കെ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ സഫയായിട്ട് പണിക്ക് കഴിഞ്ഞാണെങ്കിൽ കാറ്റി പറത്തി കളയും. അതാണ് നിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്റെ സത്യത്തിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല. ബാക്കി പറന്തായാലും. സോ പുള്ളിക്കാരിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ സംസാരിക്കുക. അല്ലാണ്ട് ഞാനും പുള്ളിക്കാരിയും പ്ലാൻ ചെയ്ത് സംസാരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ലൈവ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ പെട്ടെന്ന് കണ്ടപ്പോ സഫയുമായി ഒന്നിച്ചിരിക്കുകയാണ് ഫസ്മിന സുഹൃത്തുക്കളെ. ഇനി ഉടനെ തന്നെ ഇവർ തമ്മിൽ കട്ട ചങ്കുകളായിട്ടുള്ള ഒരു വീഡിയോ കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ സമയത്ത് പൊളി, ഞങ്ങൾ പ്രതീക്ഷിച്ച കോംബോ ആണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകളും കാണാൻ സാധിക്കും. അങ്ങനെ കുറെ വ്യൂവേഴ്സിനെ മണ്ടന്മാരാക്കാൻ ഇവരും ഇരുന്ന് മണ്ടന്മാരായി കൊടുക്കുന്ന കുറെ വ്യൂവേഴ്സ്. ഇവളൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ പറഞ്ഞാൽ മതിയല്ലോ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല മക്കളെ. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.